തൃശ്ശൂരിൻ്റെ റൗണ്ടെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് സിനിമകൾ ഇതിനു മുമ്പ് നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷെ തൃശ്ശൂരിൻ്റെ ആ ഒരു പേസിൽ ഒരു ക്രൈം ത്രില്ലറ് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. ഇതിനകത്ത് എടുത്തു പറയത്തക്ക ആണെങ്കിൽ ഒരുപാട് പേര് എനിക്ക് ഓർത്ത് പറയേണ്ടി വരും. ഹരീഷ് മേനൻ എന്നതാണ് നമുക്ക് നമ്മൾ ഓർമ്മയായിട്ട് തീർന്നു. ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കലാഭവൻ ചിന്തോ ചെയ്തതിൽ ഏറ്റവും നല്ലൊരു വേഷമാണ്. ഒരുപാട് സ്ക്രീൻ സ്പേസിൽ നല്ലൊരു പ്രസന്റേഷൻ. പിന്നെ താമര എന്നുള്ള കഥാപാത്രം ചെയ്ത് പെൺകുട്ടി നന്നായിട്ട് അഭിനയിച്ചത്. ഇത് ഫസ്റ്റ് ഹാഫ് ഒരു കോമഡി സെക്ഷൻ പോവുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കഥയുടെ സ്റ്റൈല് മാറി ഒരു സസ്പെൻസ് ക്രൈം ത്രില്ലറാണ്. കണ്ടിരിക്കാൻ കൊള്ളാവുന്നൊരു പടമാണ്. പിന്നെ ഈ പടം കുറച്ചുകൂടി നേരത്തെ ഇറങ്ങിയാൽ നന്നായിരുന്നു എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. എന്തായാലും പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമ കാണാൻ സാധിച്ചു. ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജോയിച്ചേട്ടൻ്റെ പോലീസ് വേഷം ഗംഭീരമായിട്ട് ചെയ്തു. ജോസഫ് എന്ന സിനിമയ്ക്ക് ശേഷം ജോയിച്ചേട്ടൻ്റെ ഒരു പോലീസ് വേഷം അത് ഗംഭീരമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് എൻ്റെ സുഹൃത്ത് അജീഷ് കോട്ടയം വർഷങ്ങളായിട്ട് മിമിക്രി ഫീൽഡിൽ നിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായൊരു വേഷമാണ് ഈ സിനിമയിൽ. അതുപോലെ സുനിൽ സുഗത, അതുപോലെ നമ്മുടെ മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ ഇതിനകത്തൊരു കള്ളുപാട്ടുണ്ട്. നല്ല രീതിയിൽ ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു സിനിമയാണ്. പണ്ട് താമര എന്ന പേരിൽ ഈ സിനിമ വന്നതാണ്. അതിൻ്റെ പേര് മാറി ആരോ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു മൂവിയാണ് സാധിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ആരോ എന്ന് പറഞ്ഞ മൂവി ഇപ്പോൾ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. എന്താ പറയുക, നിങ്ങളും തിയേറ്ററിൽ വന്ന് ഈ മൂവി കാണുക. ഞങ്ങളുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ജിമ്മി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. കുറച്ച് സസ്പെൻസ് ത്രില്ലറാണ്, ആ മൂടി പോകുന്നൊരു പടമാണ്. അപ്പോൾ ബാക്കി അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അടിപൊളി അടിപൊളി. പോലീസ് സ്റ്റേഷനിൽ വേറൊരു കഥാപാത്രം കാണാൻ പറ്റിയില്ല. രക്ഷയില്ലാത്ത ഇതുവരെ ക്ലൈമാക്സ് ഞെട്ടിച്ച ശ്വാസം പറ്റാണ്ടാണ്. ക്ലൈമാക്സ് ഒരിക്കലും പ്രവേശിക്കാത്ത രീതിയിലേക്ക് പൊളിയാണ്. ജോർജ് പൊളിച്ചു. പടം കൊള്ളായിരുന്നു. പിന്നെ ഈ പടത്തിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷം. ക്ലൈമാക്സ് രക്ഷയില്ലാക്കി എല്ലാവരും കാണാം. ഞാൻ പടം കണ്ടിട്ടുണ്ടായില്ല. എക്സൈറ്റഡ് ആവുമെന്ന് കരുതിയിടത്തിലെ പ്രേക്ഷകർ എക്സൈറ്റഡ് ആയി ഫീൽ ചെയ്തോ? നമുക്ക് ഉദ്ദേശിച്ചവരുടെയൊക്കെ വർക്കായിട്ടുണ്ട്. പടം കാണുന്നുണ്ട്. എല്ലാവരും പടം കണ്ടിട്ട് അഭിപ്രായം പറയും. പടം ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? ചേട്ടാ പടം ഉണ്ടായിരുന്നു, ചേട്ടാ പടം കണ്ടില്ല? അമ്മ പടം എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ?